നിരവധി കാലതാമസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിർമ്മാണത്തിലിരിക്കുന്ന 2 സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ എത്തുന്നു. 2016 ഒക്ടോബറിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ 4 സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾക്കായുള്ള കരാറിൽ ഒപ്പുവെച്ചിരുന്നു. 2 നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതിനും 2 ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിർമ്മിക്കുന്നതുമായാണ് കരാർ. നേരിട്ട് വാങ്ങുന്ന 2 യുദ്ധക്കപ്പലുകൾക്കായി $1 ബില്യൺ കരാറാണ് ഒപ്പുവെച്ചത്. 2018 നവംബറിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന 2 ഫ്രിഗേറ്റുകളുടെ നിർമ്മാണത്തിനു വേണ്ടി മെറ്റീരിയൽ, ഡിസൈൻ, സ്പെഷ്യലിസ്റ്റ് സഹായം എന്നിവയ്ക്കായി റഷ്യയിലെ റോസോ ബൊറോനെക്സ് പോർട്ടുമായി $500 മില്യൺ കരാറിലും ഒപ്പുവെച്ചു. ഇപ്പോൾ ഇതാ നിരവധി കാലതാമസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിർമ്മാണത്തിലിരിക്കുന്ന 2 സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളിൽ ഒന്ന് സെപ്റ്റംബറിലേക്ക് എത്തും. കോവിഡ്, ഉക്രൈനിലെ യുദ്ധം, പടിഞ്ഞാറൻ ഉപരോധം എന്നിവ കാരണം ഇതിന്റെ നിർമ്മാണവും ഡെലിവറിയും വൈകിയിരുന്നു. ഈ 2 സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളിൽ ആദ്യത്തെ കപ്പലായ തുഷീലാണ് സെപ്റ്റംബറിൽ ഇന്ത്യക്ക് കൈമാറുന്നത്. 2ാം കപ്പലായ തമാൽ 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വായു, ഉപരിതലം, ഉപ ഉപരിതലം എന്നീ 3 തലങ്ങളിലും നാവിക യുദ്ധത്തിന്റെ മുഴുവൻ സ്പെക്ട്രവും നിറവേറ്റുന്നതിനുള്ള ഇന്ത്യൻ നാവികസേനയുടെ നിർദ്ദിഷ്ട ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കപ്പലുകളുടെ നിർമ്മാണം. അത്യാധുനിക ഇന്ത്യൻ, റഷ്യൻ ആയുധങ്ങളുടെയും സെൻസറുകളുടെയും ശക്തമായ സംയോജനമുള്ള കപ്പലുകൾ ഒരൊറ്റ യൂണിറ്റായും നാവിക ദൗത്യസേനയുടെ പങ്കാളിയായും കടലിലും നീലജലത്തിലും പ്രവർത്തിക്കാൻ സജ്ജീകരിച്ചിരിക്കുന്നു. അതുപോലെ ഈ കപ്പലുകളുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് കുറഞ്ഞ റഡാർ, അണ്ടർ വാട്ടർ നോയിസ് സിഗ്നേച്ചറുകൾ എന്നിവ. അതുപോലെ തന്നെ സർഫസ് ടു സർഫസ് മിസൈലുകൾ, സോണാർ സിസ്റ്റം, ഉപരിതല നിരീക്ഷണ റഡാർ, കമ്മ്യൂണിക്കേഷൻ സ്യൂട്ട്, ആന്റി സബ്മറൈൻ വാർഫെയർ സംവിധാനം, റഷ്യൻ SAM ഗൺ മൗണ്ടുകൾ എന്നിവയ്ക്കൊപ്പം ഇന്ത്യ നൽകുന്ന പ്രധാന ഉപകരണങ്ങളും അവയിൽ സജ്ജീകരിക്കാൻ സാധിക്കുമെന്നാണ് നാവികസേന പറയുന്നത്. സാങ്കേതിക കൈമാറ്റ ബാധ്യതകളുടെ ഭാഗമായി 2 ഫ്രിഗേറ്റുകളുടെ നിർമ്മാണ വേളയിൽ ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധർ യന്തർ കപ്പൽശാല സന്ദർശിക്കുകയും ഉപകരണങ്ങളുടെയും നിർമ്മാണത്തിന്റെയും പ്രത്യേകതകൾ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. റഷ്യയിലെ ഈ കപ്പലുകളുടെ നിർമ്മാണം ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധത്തിൽ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യൻ കപ്പൽശാലകൾക്കും തൊഴിലാളികൾക്കും ജോലി നൽകുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ 2 യുദ്ധക്കപ്പലുകൾ വിദേശ കപ്പൽശാലകളിൽ നിർമ്മിച്ച അവസാനത്തെ ഇന്ത്യൻ ഉപരിതല കപ്പലായിരിക്കും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.